എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് എനിക്കു മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥ, സാമ്പത്തികമായ തകർച്ചകൾ, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, വിശ്വസിച്ചവർ കൈവിടുന്ന സാഹചര്യം, ഇങ്ങനെ സങ്കടങ്ങളുടെ ഒരു കടലിൽ നടുവിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തെയോ പ്രതീക്ഷിക്കുന്നത്. സത്യത്തിൽ ഈ പ്രപഞ്ചം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചില കൃത്യമായ കണക്കുകൾക്കും ക്രമങ്ങൾക്കും അനുസരിച്ചാണ്. ഇതിനെയാണ് നമ്മൾ സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി എന്ന് വിളിക്കുന്നത്. നമ്മുടെ പൗരാണികമായ തൊടുകുറി ശാസ്ത്രവും ഈ സംഖ്യാശാസ്ത്രവും ഒത്തുചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങളെയും ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദോഷങ്ങളെയും കൃത്യമായി പറഞ്ഞു തരുന്നു. സംഖ്യകൾ വെറുമൊരു അക്കങ്ങളല്ല, അവ ഓരോ ഗ്രഹങ്ങളുടെയും ഊർജത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2 പ്രധാന സംഖ്യകളെക്കുറിച്ചാണ്: 7, 9. ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിനുള്ള പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. ഇത് വെറുമൊരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചത്തോട് നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നതാണ്. കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടമോ അല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമോ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ഒരു സംഖ്യ 7, 9 എന്നീ സംഖ്യകളിൽ നിന്ന് ഒന്നിൽ തൊടുകയോ അത് ഉറപ്പിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം പതിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അത് വേണം നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങളുടെ തിരഞ്ഞെടുത്ത സംഖ്യ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇതിനോടകം തന്നെ നിങ്ങൾ ഈ നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്പർ 9. ഈ 9 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തെയാണ്. ശക്തിയുടെയും വീര്യത്തിൻ്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് 9. നിങ്ങൾ ഇപ്പോൾ ഈ സംഖ്യ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ രാഹുവിൻ്റെ സ്വാധീനം മൂലം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടുന്നു എന്നതാണ്. ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. വലിയ സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്തു കാര്യം തുടങ്ങുമ്പോഴും അവസാന നിമിഷം അത് തടസ്സപ്പെടുന്നു. വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്ന അവസ്ഥയാണ് നിങ്ങളുടേത്. സ്വന്തം ബന്ധുക്കളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അവഗണനയും കുത്തുവാക്കുകളും നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാകാം. ഈ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ത്രിസന്ധ്യ സമയത്ത് എള്ളുതിരി കത്തിക്കുന്നത് അത്യുത്തമമാണ്. തിരി കത്തിക്കുമ്പോൾ ഓം രാഹുവേ നമഃ എന്ന മന്ത്രം
9 തവണ ചൊല്ലുക. കറുത്ത നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വിദേശത്തുള്ളവർക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ പ്രാർത്ഥനകളിൽ പങ്കുചേരാവുന്നതാണ്. അടുത്ത 4 ആഴ്ചകൾക്കുള്ളിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അടുത്തതായി നമ്പർ 7. 7 എന്ന സംഖ്യ കേതുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും ചിന്താശക്തിയുടെയും സംഖ്യയാണ്. നിങ്ങൾ ശനി ഭഗവാന്റെ കഠിനമായ പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് കുറേ കാലമായി നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് വഞ്ചനയാണ്. സ്വന്തം ചോരയാണെന്ന് കരുതിയവർ പോലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം. സഹായിച്ചവർ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മടുപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്ന ചിന്ത വരെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഈശ്വരവിശ്വാസം നിങ്ങളെ ഇന്നും പിടിച്ചു നിർത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അസ്വസ്ഥതകൾ മാറാനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലം ലഭിക്കാനും അല്പം താമസം നേരിട്ടേക്കാം. എന്നാൽ ലഭിക്കുന്ന വിജയം വളരെ വലുതായിരിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക. അതുപോലെ തന്നെ 7 എന്നത് ആത്മീയ സംഖ്യയായതുകൊണ്ട് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരമോ വസ്ത്രമോ നൽകുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങളെ കഴുകിക്കളയും. സത്യസന്ധമായി ജീവിക്കുന്ന നിങ്ങൾക്ക് ദൈവം വലിയൊരു ഉന്നതി കാത്തുവച്ചിട്ടുണ്ട്. ഈ സംഖ്യകൾക്ക് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജ്യോതിഷപ്രകാരം ശനിയും രാഹുവും കേതുവും പരീക്ഷിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ ഫലമായാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് വെറുമൊരു ചടങ്ങായി കാണരുത്. എൻ്റെ സങ്കടം ദൈവം കേൾക്കും എന്ന ഉറച്ച വിശ്വാസം വേണം. പണ്ട് കാലത്ത് പ്രശ്നചിന്ത നടത്തുമ്പോൾ രാശിചക്രത്തിൽ തൊടുന്നതുപോലെയാണ് ഇന്ന് നിങ്ങൾ ഈ സംഖ്യകളിൽ തൊടുന്നത്. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രതിഫലനമാണ്. 9-ാം നമ്പർ തിരഞ്ഞെടുത്തവർ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ കാഠിന്യം കുറയ്ക്കാൻ ദേഷ്യം നിയന്ത്രിക്കുകയും ശാന്തത ശീലിക്കുകയും വേണം. 7-ാം നമ്പർ തിരഞ്ഞെടുത്തവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും മനസ്സിന് കരുത്തു നൽകും. ചതിച്ചവരെ ഓർത്ത് വിഷമിക്കാതെ അത് ദൈവത്തിൻ്റെ ഒരു പാഠമായി കണ്ട് മുന്നോട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. ഇരുട്ടുള്ള രാത്രിക്ക് ശേഷം ഒരു സൂര്യോദയം ഉണ്ടെന്ന കാര്യം മറക്കരുത്. നിങ്ങൾ ഇന്ന് കണ്ട ഈ വീഡിയോയോ തിരഞ്ഞെടുത്ത നമ്പറോ ഒരു നിമിത്തമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണിത്. വിശ്വാസത്തോടെ പരിഹാരങ്ങൾ ചെയ്യുക. മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിലേക്ക് ഒരു ചുവട് വയ്ക്കുക മാത്രമേ വേണ്ടൂ. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കാതെ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. കാരണം മറ്റൊരാളുടെ സങ്കടം മാറ്റാൻ നിങ്ങളൊരു നിമിത്തമാകുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു. ഇത്രയുമാണ്
ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.